ഞങ്ങളുടെ കാശ്മീർ അനുഭവത്തെക്കുറിച്ച്, അതിലുമുപരി മനോഹരമായ കാശ്മീർ യാത്രയെക്കുറിച്ചുള്ള ഒരു ഓർമ്മക്കുറിപ്പ്. മെയ് മാസത്തിലെ കാശ്മീർ കുറെ നാളത്തെ ഒരു സ്വപ്നമായിരുന്നു ഈ യാത്ര. മഞ്ഞുമൂടിയ പർവ്വതങ്ങൾ, പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകൾ, സ്ഫടികം പോലെ തെളിഞ്ഞ തടാകങ്ങൾ. പാരഡൈസ് ഓഫ് ദ എർത്ത്, വളരെ അനുയോജ്യമായ ഒരു നാമകരണം. ഇതെല്ലാം കേരളീയരായ നമ്മെ മനം കുളിർപ്പിക്കാൻ ഉതകുന്നവയാണ്. ആദ്യത്തെ ദിവസം 4 മണിയോടെ ഞങ്ങൾ ശ്രീനഗർ എയർപോർട്ടിലെത്തി. നമ്മെ കാത്ത് കാറിൻ്റെ ഡ്രൈവർ എയർപോർട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴേക്കും കാലാവസ്ഥ നമുക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. കേരളത്തിൻ്റെ അത്യുഷ്ണത്തിൽ നിന്നും രക്ഷപ്പെട്ട് 20-24 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വരുന്ന തണുത്ത കാലാവസ്ഥ. സമ്മർ സീസൺ ആയതിനാൽ ഫ്ലവർ സീസൺ കൂടെയാണ് ഇവിടെ. ആദ്യമായി നിഷാദ് ഗാർഡനിലേക്കാണ് പോയത്. പൂക്കളുകളുടെ ഭംഗിയും അതോടൊപ്പം മഞ്ഞു പുതച്ചു കിടക്കുന്ന പർവ്വത നിരകളും നമ്മുടെ മനസ്സിനെ കുളിരണിയിക്കുന്നതായിരുന്നു. കുറേ ഫോട്ടോ സെഷനും കഴിഞ്ഞ് അടുത്ത മുഗൾ ഷാലിമാർ ഗാർഡനിലേക്ക്. അതിമനോഹരമായ കടും വർണ്ണങ്ങളിലുള്ള പൂക്കളും ഫൗണ്ടൻസും. അതിനുശേഷം ഞങ്ങൾ ദാൽ ലേക്കിലേക്കാണ് പോയത്. ദാൽ ലേക്ക് കാശ്മീരിൻ്റെ ടൂറിസം ഭൂപടത്തിലെ ഒരു മുതൽക്കൂട്ട് എന്ന് വേണം പറയാൻ. കിലോമീറ്ററുകളോളം നീളത്തിലും വിസ്തൃതിയിലും താഴ്ചയിലുമുള്ള അതിവിശാലമായ തടാകം. അവിടെയുള്ള ഷിക്കാര റൈഡാണ് ഈ തയാത്രയിലെ ഒരു പ്രധാനപ്പെട്ട ഇനം. സന്ധ്യയായപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നത്. വർണ്ണ ബൾബുകളാൽ അതിമനോഹരമായിരിക്കുന്നു ഈ തടാകം. തടാകത്തിൻ്റെ ഒരു വശത്ത് ഹൗസ് ബോട്ടുകൾ നിരന്ന് കിടക്കുന്നു. ഒരു രാത്രി ടൂറിസ്റ്റുകൾക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഹൗസ് ബോട്ടുകൾ ഒരുക്കിയിരിക്കുന്നത്. വിവിധ ഘാട്ട് നമ്പറുകളിലായി ഈ യാത്രയുടെ പോയിൻറ്റ്സ് തരംതിരിച്ചാണ് റേറ്റുകൾ തീരുമാനിച്ചിരിക്കുന്നത്. റേറ്റുകൾ ചാർട്ടിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരും വിവിധ റേറ്റുകളാണ് പറയുക. ബാർഗെയിൻ ചെയ്തു വേണം ഇവിടെ റേറ്റുകൾ ഫിക്സ് ചെയ്യാൻ. അതിമനോഹരമായ റൈഡിൻ്റെ വീഡിയോയാണ് ഞാനിവിടെ പകർത്തിയിരിക്കുന്നത്.